ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീട്ടിലെത്തിയത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ലെമൺ ടീ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ലെമൺ ടീക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പിഞ്ച് ഓഫ് നമുക്ക് കുറച്ച് സാൾട്ടും പിന്നെ അടുത്ത് ഷുഗർ ആവശ്യമാണ്. ആവശ്യത്തിന് നമ്മളിപ്പോൾ എത്ര എടുക്കും അതിന് ആവശ്യത്തിന് എടുക്കാം. പിന്നെ അതിനുശേഷം പെപ്പർ കുറച്ച് വേണം, പൊടിച്ച പെപ്പർ ആയിരിക്കണം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഏകദേശം നമ്മുടെ ആവശ്യത്തിനുള്ള തേയിലപ്പൊടി, ഇത്ര മതിയായിരിക്കും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത്ര സാധനങ്ങൾ മാത്രം നമുക്ക് മതി. എന്നിട്ട് 1 കപ്പ് ഓഫ് ഞാനിപ്പോൾ ഇതിൽ വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹീറ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. അടുത്ത ഷുഗർ, പിന്നെ അടുത്ത് നമ്മുടെ തേയിലപ്പൊടി, അടുത്ത ഏകദേശം 1 പിഞ്ച് ഓഫ് സാൾട്ട്. ഓക്കെ, അതിനായിട്ട് നമ്മളെടുത്ത് വെച്ച പെപ്പറിന്റെ പൗഡർ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് തിളച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ ലെമൺ കൂടെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏകദേശം തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് വീത്തി കൊടുക്കാം. നമ്മൾ എന്നിട്ട് ഈ പിഴിഞ്ഞ നാരങ്ങ തന്നെ നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഈ ടീ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഹണി വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ച് ഹണി ആഡ് ചെയ്തിരുന്നാൽ നല്ല കുറച്ചുകൂടെ മധുരമായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്ഷനിലാണ്, വേണമെന്നുള്ളവർക്ക് അതും കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലെമൺ ടീ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അതിൽ നമ്മളെടുത്ത് മാറ്റുമ്പോൾ അരിപ്പ് എന്തെങ്കിലും വെച്ചിട്ട് അതിൽ വരുന്ന വേസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ മാറ്റി ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലൊരു ടീ ആണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് കഴിയുന്നതും ഈ ടീ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ആരും സൈനിങ് ഔട്ട്.